അസ്സലാമു അലൈക്കും. സൈനു കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നമ്മുടെ മക്കൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ബ്രെഡും മുട്ടയും കൂടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു പിസ്സയാണ്. അപ്പോൾ ഈ പിസ്സ ഉണ്ടാക്കുന്നതൊന്ന് കണ്ടു നോക്കാം. ഈ വീഡിയോ കണ്ടിഷ്ടാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി പിസ്സ ഉണ്ടാക്കാനായി ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ്, 1/2 സ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 1/4 കപ്പ് പാലും 1 സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനു മുമ്പ് പലതരത്തിലുള്ള പിസ്സ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് ബ്രെഡ് കയ്യിലുണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന അതുകൊണ്ടൊരു പിസ്സ ഉണ്ടാക്കിയെടുക്കാമല്ലോ എന്ന്. കാരണം ബ്രെഡും മുട്ടയിൽ വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ കുട്ടികൾക്ക് അത്ര ഇഷ്ടമല്ല. ഇങ്ങനെ ഒരു പിസ്സ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് അവർക്കൊരു സന്തോഷമാണ്. എല്ലാവരും ചെയ്യുന്നത് തന്നെ ആയിരിക്കും, എന്നാലും ഞാൻ ചെയ്തപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്തതാണ്. ഇനി ഒരു ബൗളിലേക്ക് 2 സ്പൂൺ മയോണൈസും 2 സ്പൂൺ ടൊമാറ്റോ സോസും 1 സ്പൂൺ പിസ്സ സോസും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. നമ്മുടെ മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർക്കൊരു വെറൈറ്റി എന്തെങ്കിലും കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അവർക്ക് നല്ലൊരു ഇഷ്ടമുള്ള കാര്യമായിരിക്കും. പിന്നെ നമ്മുടെ കയ്യിൽ എപ്പോഴും ബ്രെഡും മുട്ടയും ഇല്ലാത്ത വീടുണ്ടാവില്ല. പിന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പിന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. എന്താണോ കയ്യിലുള്ളത് അത് വെച്ച് ചെയ്തെടുത്താൽ കുട്ടികൾക്കതൊരു ഇഷ്ടമാവും ചെയ്യും. ഇനി ഇതാ മുട്ട കലക്കി വെച്ചതിലേക്ക് ഒരു കഷ്ണം സവാള കട്ട് ചെയ്തതും 1 കഷ്ണം ക്യാപ്സിക്കം കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ ബ്രെഡിൻ്റെ 4 സൈഡും മുറിച്ച് മാറ്റിയതിന് ശേഷം ഒരു പാനിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട മിക്സ് പാർന്ന് കൊടുക്കാം. കുറച്ചും കൂടി വലിയ പാൻ എടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഞാൻ എടുത്തത് വളരെ ചെറുതായിപ്പോയി. മുട്ടയുടെ മിക്സ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ തന്നെ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ടാവും. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം 2 സ്പൂൺ മുട്ടയുടെ മിക്സും കൂടി ഇതിൻ്റെ മുകളിലായി ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ മാറ്റി വെച്ച മിക്സ് ചെയ്ത സോസും ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നീട് കുറച്ച് വെജിറ്റബിളും കൂടി ഇട്ട് കൊടുക്കാം. 1 കഷ്ണം ക്യാപ്സിക്കം, 1 കഷ്ണം സവാള കട്ട് ചെയ്തത്, അതുപോലെ തക്കാളി കട്ട് ചെയ്തത് അത് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു സോസേജ് ഞാൻ എടുത്ത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു 3-4 പീസും കൂടി വെച്ച് കൊടുക്കാം. പിന്നെ 1 സ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ചില്ലി ഫ്ലേക്സും മൊസറല്ല ചീസും കൂടി വെച്ച് കൊടുത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് ടൈമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ബ്രെഡല്ല, അത് ഓൾറെഡി റെഡി ആയതുമാണല്ലോ. അപ്പോൾ ഇതാ നമ്മുടെ ഒരു പീസ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ബാക്കി ഒരെണ്ണം കൂടി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ 3 എണ്ണം ഇവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ആദ്യം ചെയ്ത പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഇനി വൈകിട്ട് ചായയുടെ കൂടെ കുട്ടികൾക്ക് ബ്രെഡാണോ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. കാരണം കുട്ടികൾക്ക് ഇങ്ങനെ കൊടുക്കുമ്പോൾ നല്ലൊരു വെറൈറ്റി ആണല്ലോ, നല്ല ഇഷ്ടപ്പെടും. കാരണം നല്ല ടേസ്റ്റുമാണ്. പിന്നെ ചൂട് പോകുന്നതിൻ്റെ മുമ്പ് തന്നെ കഴിക്കണം കേട്ടോ. അപ്പോൾ ഇതാ 3 എണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. നല്ലൊരു അടിപൊളി തന്നെയായിരുന്നു കഴിക്കാൻ ചായയുടെ കൂടെ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുക. നല്ല ടേസ്റ്റിയോട് കൂടിയിട്ടുള്ള ഒരു ബ്രെഡ് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പലതരം പിസ്സ ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ ഇന്നും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. 1 മുട്ടയും കൂടി പൊട്ടിച്ച് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു അടിപൊളി തന്നെയാണെന്ന്. കാരണം ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല കേട്ടോ, നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ. ഇതിൽ നിന്നും 1 പീസ് കഴിക്കുമ്പോൾ തന്നെ കുട്ടികൾക്കായാലും നമുക്ക് വലിയവർക്കായാലും വയറ് നിറയും. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.